മൈ ഭാരത് പോർട്ടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വികസിത് വൈബ്രൻറ്റ് വില്ലേജ് പ്രോഗ്രാം ELPയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മൈ ഭാരത് പോർട്ടൽ വഴി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇതിനായി നിങ്ങൾക്ക് മൈ ഭാരത് പോർട്ടലിൽ യുവ രജിസ്ട്രേഷൻ ആവശ്യമാണ്. രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി myBharat.gov.in എന്ന വെബ്സൈറ്റിൽ പോകുക. ശേഷം മുകളിൽ കാണിച്ചിരിക്കുന്ന 3 ലൈൻസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ രജിസ്റ്റർ നൗ സെലക്ട് ചെയ്യുമ്പോൾ രജിസ്റ്റർ എന്ന ഒരു ബട്ടൺ തെളിഞ്ഞു വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ വരും. ഓൾറെഡി മൈ ഭാരത് പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ പ്രൊഫൈൽ പേജായിരിക്കും വരിക. അതിൽ പറയുന്നതനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താൽ മതിയാകും. ഇനി പുതിയ രജിസ്ട്രേഷൻ ആണെങ്കിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഗെറ്റ് ഒ ടി പി കിട്ടിയതിന് ശേഷം വെരിഫൈ OTP ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര്, പാസ്വേഡ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ ജെൻഡർ, പിന്നെ നിങ്ങളുടെ സ്റ്റേറ്റ് എല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം പിൻ കോഡ് സെലക്ട് ചെയ്യുക. യൂത്ത് ടൈപ്പ് NSS, NCC അതിലേതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺസെൻറ്റ് ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയായി. ഇനി നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ എത്തുന്നതായിരിക്കും. പ്രൊഫൈൽ പേജിൽ എത്തിയതിനു ശേഷം അതിൽ നിന്നും എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫങ്ഷണൽ കാറ്റഗറി എന്ന ഓപ്ഷൻ ഉണ്ട് താഴെ. അതിൽ ബോർഡർ വില്ലേജ് പ്രോഗ്രാം എന്നതിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വികസിത് വൈബ്രൻറ്റ് വില്ലേജ് പ്രോഗ്രാം എന്ന എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പാർട്ട് വരുന്നതാണ്. അതിലൊരു എബൌട്ട് സെക്ഷനുണ്ട്. അതിലുള്ള കാര്യങ്ങൾ വിശദമായി വായിച്ച് മനസ്സിലാക്കുക. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനായി നമുക്ക് ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം. അതോടൊപ്പം 500 വേർഡ് ഒരു എസ്സേയും നമ്മൾ എഴുതണം. ഈ എസ്സേയിൽ ഈ പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കാനുള്ള താല്പര്യത്തെക്കുറിച്ചായിരിക്കണം നാം വിവരിക്കേണ്ടത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ പ്രൊഫോമ ക്ലിക്ക് ഹിയർ എന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊഫോമ വരുന്നതായിരിക്കും. അത് നമ്മൾ പ്രിൻ്റ് എടുത്ത് ഒരു ഡോക്ടറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങിച്ചതിന് ശേഷം PDF ആക്കി സൂക്ഷിക്കുക. 500 വേർഡ് എസ്സേ നമ്മൾ എഴുതിയതിന് ശേഷം അതും നമ്മൾ ഒരു PDF ആക്കി സൂക്ഷിക്കേണ്ടതാണ്. ഈ 2 PDFകളും ഒരു സിംഗിൾ PDF ഫയൽ ആക്കിയതിന് ശേഷം ഇനി വരുന്ന സ്റ്റെപ്പുകളിൽ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. പേജ് സ്ക്രോൾ ചെയ്ത് താഴെ വന്നാൽ ഒരു റെഡ് കളർ ബോക്സ് പ്രൊഫൈൽ വെരിഫിക്കേഷന് വേണ്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ റെഡ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി പ്രൊഫൈൽ വെരിഫിക്കേഷൻ ചെയ്തവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. അവർക്ക് ഈ റെഡ് ബോക്സ് കാണാൻ സാധിക്കുകയില്ല. ഇനി വെരിഫിക്കേഷൻ ചെയ്യാത്തവരാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വെരിഫൈ യുവർ പ്രൊഫൈൽ എന്നൊരു ബോക്സ് വരുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം എല്ലാം ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ഒതൻറ്റിഫിക്കേഷൻ സക്സസ്ഫുൾ ആയതിനു ശേഷം നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്ത് അതിൽ ക്ലിക്ക് ഹിയർ ടു ഹൗ ടു അപ്ലൈ എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ അപ്ലൈ കൊടുക്കാം. അതിൽ ഫങ്ഷണൽ കാറ്റഗറി സെലക്ട് ചെയ്യുക. അവിടെ ബോർഡർ വില്ലേജ് പ്രോഗ്രാം എന്ന ബോക്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ഫയൽ എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ സിംഗിൾ PDF ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെയും എസ്സേയുടെയും സിംഗിൾ PDF ആക്കുന്നതിന് വേണ്ടി ഐ ലവ് PDF മെർജ് എന്ന ഒരു ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവിടെ മെർജ് PDF ഓൺലൈൻ സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് PDF ഫയൽസിൽ പോയിട്ട് നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ആദ്യമേ PDF ആക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ എസ്സേ 500 വാക്കിലുള്ള നമ്മുടെ എസ്സേയും PDF ആക്കി വെച്ചിട്ടുണ്ട്. അതും സെലക്ട് ചെയ്യുക. ഇത് രണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരൊറ്റ സിംഗിൾ ഫയലായിട്ട് നമുക്ക് ഡൗൺലോഡ് മെർജ്ഡ് PDF വഴി കിട്ടുന്നതായിരിക്കും. ഈ സിംഗിൾ ഫയൽ നമുക്ക് വീണ്ടും മൈ ഭാരത് പോർട്ടലിലേക്ക് തിരിച്ചു പോയതിന് ശേഷം അപ്ലോഡ് ഫയലിൽ ബ്രൗസ് ചെയ്ത് ഈ സിംഗിൾ ഫയൽ നമുക്ക് അറ്റാച്ച് ആക്കാവുന്നതാണ്. ഇത് അറ്റാച്ച് ആയതിനു ശേഷം റീസൺസ് ഫോർ അപ്ലൈയിങ് ടു ദിസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാം എന്നൊരു ബോക്സ് ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റിനെ കുറിച്ച് 2 വാക്ക് എഴുതാവുന്നതാണ്. അതിനുശേഷം
കൺഫേം ബോക്സ് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഷോൺ എന്ന ഒരു ഓപ്ഷൻ താഴെയുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈ ഭാരത് പ്രൊഫൈലിൽ പോയി മൈ ELOയിൽ നമ്മൾ അപ്ലൈ ചെയ്ത വികസിത് വൈബ്രൻറ്റ് വില്ലേജ് പ്രോഗ്രാമിൻ്റെ സ്റ്റാറ്റസൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഇനി മൈ ഭാരതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് സ്ക്രോൾ ചെയ്ത് ഏറ്റവും ബോട്ടം പാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. അവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള വിവരങ്ങളും നമ്മൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 1 by 1 നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി മറ്റെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ സപ്പോർട്ട് എന്നൊരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ സെൻഡ് ക്വറി ഉണ്ട്. അവിടെ നമുക്ക് ഓപ്പൺ എ ന്യൂ ടിക്കറ്റ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ പേര്, നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ ജെൻഡർ, നമ്മുടെ ഇമെയിൽ ID എന്നിവ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, അതെല്ലാം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണോ അറിയേണ്ടത്, എന്താണോ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ക്വറി ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഇമേജ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ അപ്ലോഡ് ചെയ്യാം. കംപ്ലൈൻറ്റോ എന്തെങ്കിലും ഇമേജ് സെക്ഷനോ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പരാതി ടിക്കറ്റ് ക്രിയേഷൻ വന്നു കഴിയും. ഈ സപ്പോർട്ട് ടിക്കറ്റ് വഴി നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് റേസ് എ ടിക്കറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ നമ്പർ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ചെക്ക് ടിക്കറ്റ് സ്റ്റാറ്റസ് വഴി നമുക്ക് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസും അറിയാവുന്നതാണ്. ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വികസിത് വൈബ്രൻറ്റ് വില്ലേജ് പ്രോഗ്രാം എന്ന ഈ പ്രോഗ്രാമിൽ 21 വയസ്സിനും 29 വയസ്സിനും ഇടയിലുള്ള എല്ലാ യുവജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ NSS റീജിയണൽ ഡയറക്ടറേറ്റ് ട്രിവാൻഡ്രം ഓഫീസിലെ റീജിയണൽ ഡയറക്ടർ ശ്രീ YM ഉപ്പിൻ സാറുമായി